ചേട്ടാ എന്നാണ് ലൈക്ക് ആദ്യത്തെ ദിവസം പ്രത്യേകിച്ച് ഓണത്തിന് റിലീസാണ്, അപ്പോൾ ഒരു ടൊവിനോ ചിത്രം വരുന്നു, ഒരു മോർണിംഗ് ഷോ തന്നെ കാണാനുള്ള ഒരു പ്രചോദനം എന്താണ്? ഇത് അനൗൺസ്മെന്റ് തൊട്ട് തന്നെ നമ്മൾ കുറേ എക്സ്പെക്ട് ചെയ്ത പടമാണ്. എന്ന് വെച്ചാൽ 3 റോള്, പിന്നെ ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഒരുങ്ങണ പടം, വലിയൊരു പടം നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തൊരു പടം തന്നെയാണ് 3D ഫാക്ടർ. അപ്പോൾ അത് അന്നേ ഉറപ്പിച്ചതാണ്, ഫസ്റ്റ് ഡേ തന്നെ കാണും, ഫസ്റ്റ് ഷോ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ്. പിന്നെ ടൊവിനോൻ്റെ ഒരു വലിയ പടം നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ തരുന്ന ഒരു സിനിമയാണ്. ഈ ട്രെയിലർ കാണുമ്പോൾ എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു 3D ചിത്രം മലയാളത്തിലേക്ക് വരുന്നതിന് കുറേ നാൾക്ക് ശേഷം. അതെ, കുറേ നാൾക്ക് ശേഷമാണ്. പിന്നെ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു വിശ്വാസം തന്നെയാണുള്ളത്. അത് തന്നെയാണ് ആദ്യം തന്നെ കാണാമെന്ന് വിചാരിച്ചത്. കൂടുതൽ സ്പോയിലർ ഒന്നും അറിയണ്ട, ആദ്യം തന്നെ കാണാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഇന്നലെ കുറച്ച് സർപ്രൈസിങ് ഫാക്ടർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മോഹൻലാൽ വോയിസ് ഓവർ ഒക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കണ്ടിരുന്നു. അതും വലിയൊരു കാര്യമാണ്. കാരണം ഞാനിത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് AR എന്ന്. കാരണം ടൊവിൻ്റെ കരിയറിലെ ഏറ്റവും ഒരു ബെസ്റ്റ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എക്സ്പെഷ്യലി ഞാൻ ഈ ഡ്യൂറേഷൻ 2 മണിക്കൂർ ഒരു 30-നകത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതുവരെ അതിനനുസരിച്ചുള്ള പാക്കേജിലായിരിക്കും ചെയ്തിരിക്കുന്നത് വർക്ക്. അപ്പോൾ നമുക്കൊരു കാണാൻ വേണ്ടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ കാര്യങ്ങൾ അതിലുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട് പടത്തിൽ. പിന്നെ ടൊവിൻ്റെ കുറേ ഗെറ്റപ്സും പിന്നെ അതിൻ്റെ ആയിട്ടുള്ള ട്രെയിലർ തന്നെ ഒരു കൺവിൻസിങ് ആയിട്ട് രീതിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബേസിലിൻ്റെ ശിഷ്യനാണല്ലോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ കൂടുതൽ. ഇത്രയും ഒരു വലിയ പ്രോജക്റ്റ് ബേസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എടാ നീ ചെറിയ പ്രോജക്റ്റ് ചെയ്യ്, ഇപ്പം വലുത് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഏറ്റെടുത്ത് ചെയ്ത ഒരു ടാസ്ക്കാണ്. അപ്പോൾ ലിസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു വലിയ പ്രൊഡ്യൂസർ എന്നെ സപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ അതൊരു മികച്ച ഒരു ഇതായിട്ട് മാറും തന്നെയാണ് വിശ്വാസം, എനിക്ക് ഉറപ്പ്. ഒരു കുറേ നാൾക്ക് ശേഷം ഒരു 3D ചിത്രം മലയാളത്തിൽ വരുന്നു, 3 ഗെറ്റപ്പിൽ വരുന്നു. ടൊവിനോയുടെ 50ാമത്തെ ചിത്രം, ഹൈപ്പ് വലുതാണ്. പക്ഷേ ഒരു ഓണത്തിന് തന്നെ വരുമ്പോഴേക്കും ഇതൊക്കെ തന്നെയാണോ പ്രധാനമായ ഫാക്ടേഴ്സ് ആയിട്ട് പ്രതീക്ഷിച്ചത്? 3D നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യമാണ്. 3D എനിക്കിപ്പം വിഷ്വലി കാണുമ്പോഴേ കുറച്ചും കൂടെ അത് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇപ്പം 3D എനിക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പിന്നെ ടൊവിനോൻ്റെ ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയ എല്ലാ പടവും അത്യാവശ്യം അറിയില്ല, നടികർ വരെ അത്യാവശ്യം ഫ്ലോപ്പാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട അന്വേഷിപ്പും കണ്ടെത്തുവാണ്. അതാണ് അത്യാവശ്യം പുള്ളിക്കാരൻ്റെ ഒരു ബ്രേക്ക് ഉണ്ടായെന്ന് പറയാം. പക്ഷെ അതും റീച്ച് ആയില്ല. പ്രേമലും അങ്ങനത്തെ മൂവീസ് വന്നപ്പോൾ അത് വീണ്ടും ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പടം തന്നെ ടൊവിനോൻ്റെ. കാരണം 3D ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ അറിയാം എന്തൊക്കെയാണ്. കുറേ കാലഘട്ടങ്ങൾ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നാണ്, ഓഡിയൻസിനോട് അത് പറയാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഈ പടത്തിലൂടെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇറങ്ങിയ പാട്ടുകളും സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള രീതിക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ നമ്മളെ ട്രെയിലർ കണ്ട് പലതും വന്നിട്ട് ഇതായിട്ടുമുണ്ട്. പക്ഷെ എന്നാലും ഇതിലെന്തോ ഒരു പ്രതീക്ഷ മനസ്സിൽ തോന്നുന്നുണ്ട്. AR മിക്കവാറും ഓണത്തിനൊരു വിന്നറാവാൻ സാധ്യതയുള്ള ഒരു പടമാണ്, ചാൻസസ് കൂടുതലാണ്. 3 കാലഘട്ടമല്ലേ കാണിക്കുന്നത്. പിന്നെ മലയാളത്തിൽ ഇപ്പോൾ 3D സിനിമകളൊന്നും അങ്ങനെ വരാറില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്ടേഷനാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് തോന്നുന്നത്. കാര്യം ഇതുവരെയായിട്ട് 3D കണ്ടന്റ് ഒന്നും വന്നിട്ടില്ല. അതായത് 3D കണ്ടന്റിനുള്ള കാശെല്ലാം തിരിച്ച് റീഫണ്ട് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസ് തന്നെ ഇപ്പോൾ കോമഡിയാണ്. അവരെ അറിയില്ല, കൃത്യമായിട്ടുള്ളൊരു ട്രെയിലർ റിലീസില്ല, കൃത്യമായിട്ടൊരു സിനിമ റിലീസില്ല. പ്രൊമോഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഹൈപ്പ് കുറയ്ക്കാനായിട്ടായിരിക്കും. പിന്നെ ഈ 3 സിനിമ ഉണ്ടല്ലോ ഇപ്പം, പൊതുവേ രാവിലെ ആളില്ല. സിനിമ കൊള്ളാമെങ്കിൽ അറിയാമല്ലോ, ഇപ്പോൾ ഉച്ച കഴിഞ്ഞാലേ പിന്നെ തിരക്ക് കാണത്തുള്ളൂ, അതായിരിക്കും. ഏതാണ്ട് ഉറപ്പായിരുന്നു. കാര്യം ഒരുപാട് തിയേറ്ററിൽ തന്നെ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു രാത്രി. 3D ഇല്ലെങ്കിൽ ബുക്ക് മൈ ഷോ വഴിയാണെങ്കിൽ റീഫണ്ട് ഉണ്ട്, അതേപോലെ തന്നെ തിയേറ്ററിലാണെങ്കിൽ അവർ തിരിച്ച് കൊടുക്കും. എന്നാൽ നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിലൊക്കെ ഉണ്ടായിരുന്നു. കാര്യം 3D താല്പര്യം ഇല്ലെങ്കിൽ ഫുൾ പൈസ അവർ റീഫണ്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് ഇവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഇത് ഇറക്കണോ വേണ്ടേ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇറക്കിയാൽ പോരെ. പിന്നെ 30 കോടി എന്ന് പറയുന്നത് ചെറിയ ബഡ്ജറ്റാണ്. എന്നാൽ പോലും അവർ നല്ലൊരു ഇല്ല 30 ഇപ്പം സാധാരണ സിനിമ ഇപ്പോൾ ഗുരുവായൂരമ്പല നടയിലൊക്കെ 20 കോടി എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പം 30 വലിയ സംഭവമല്ല. കാര്യം ഓണത്തിനൊക്കെ ക്ലിക്കായി കഴിഞ്ഞാൽ 50 ചുമ്മാ കിട്ടുന്നൊരു സംഭവമാണ്.